കോവയൂർ എന്ന കൊച്ചു ഗ്രാമം. അവിടം അറിയപ്പെടുന്ന കുടുംബത്തിലെ മരുമകളായി എത്തിയതാണ് ബേബി ശൈലജ. അവളെ അവിടം കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് വർഷങ്ങൾ ഏറെയായി. അവളെ എല്ലാവരും ബേബി എന്നാണ് വിളിക്കാറ്. അങ്ങനെയാണ് അവൾ അറിയപ്പെടുന്നത്. ബേബി എന്ന് കേൾക്കുമ്പോൾ ചെറുപ്പമായി കരുതണ്ട. അവൾക്ക് 54 വയസ്സ് കഴിഞ്ഞു. മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ട്. അവളുടെ ഭർത്താവ് വിദേശത്താണ്. 3 മക്കൾ. 2 പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ചു വിട്ടു. ആകെയുള്ള ആൺതരിയുടെ കൂടെ തന്നെയാണ് അവളുടെ താമസം. അവനും ഭാര്യയും കുട്ടികളും ഒക്കെയായി. അവനെ ചെറുപ്പത്തിലെ ഒരു കാർ വർക്ക്ഷോപ്പിൽ സഹായത്തിനായി നിർത്തിയതുകൊണ്ട് ഇന്നവർ സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് നടത്തി ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു. ജോലി പഠിക്കാൻ അന്ന് അവനെ ആ പുണ്യേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ അവനെ കൊണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇന്നവൻ അവൻ്റെ അച്ഛനെ പോലെ ഗൾഫിൽ അറബികളുടെ തിണ്ണനിറങ്ങി ജോലി ചെയ്യേണ്ടി വന്നേനെ. അവൻ്റെ അച്ഛൻ നാട്ടിൽ വന്ന് പോയിട്ട് 2 വർഷം കഴിഞ്ഞു. ഭർത്താവ് കൂടെയില്ലാത്ത ബേബി എങ്ങനെ പിടിച്ചു നിൽക്കുന്നുവെന്നാവോ. ബേബിയെ കാണാൻ നല്ല ചന്തമാണ്. വെളുത്ത ഒരു സുന്ദരി. 5.5 അടിയോളം ഉയരം കാണും. കണ്ടാൽ അത്രയും തോന്നില്ല. അവൾക്ക് സ്വന്തമായി ജോലിയൊന്നുമില്ല. ജോലിക്കത്ത വിദ്യാഭ്യാസവുമില്ല. അവളന്നത്തെ 10ാം തരം തോറ്റതാ. അവൾ പുറത്തേക്കിറങ്ങുമ്പോൾ നല്ല അണിഞ്ഞൊരുങ്ങിയാണ് ഇറങ്ങാറ്. അതിപ്പോൾ കല്യാണത്തിനായാലും ഹോസ്പിറ്റലിലേക്കാണെങ്കിലും പലചരക്കും മറ്റും ആവശ്യങ്ങൾക്കായാലും ഡ്രസ്സിങ്ങിന് ഒരു കുറവും വരുത്താറില്ല. കണ്ടാൽ ഒരുപോലെ തന്നെ. നാട്ടിലെ കിളവന്മാരൊക്കെ അവളെ നോക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ വേഷം ധരിച്ചാൽ ആരായാലും ഒന്ന് നോക്കിപ്പോകില്ലേ. പുറത്തിറങ്ങുമ്പോൾ അവൾ സ്ഥിരമായി സാരിയാണ് ഉടുക്കാറ്. അപ്പോൾ അവളെ കണ്ടാൽ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ പോലും മാറി നിൽക്കും. അത്രയ്ക്ക് ലുക്ക. ചേച്ചി എങ്ങോട്ടെങ്കിലും പോകാനായി കവലയിൽ ബസ് കത്തി നിൽക്കുന്ന നേരം വായ്നോട്ടക്കാർ 1-2 കിളവന്മാരെങ്കിലും ചേച്ചിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും. ചേച്ചിയുടെ വീടിൻ്റെ അതേ വഴിയിൽ 5-6 വീടിനപ്പുറം താമസിക്കുന്ന മല്ലൻ ഷുക്കൂറിനെയും ചേച്ചിയും കുറിച്ച് ചില അടക്കം പറച്ചിലൊക്കെ കിളവന്മാരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ചേച്ചിക്ക് സത്യത്തിൽ ആരാധകരുടെ എണ്ണം കൂടിയത്. വീട്ടിലേക്ക് ഒരിടവഴി സൗകര്യമാണെങ്കിലും സ്വന്തമായി 2 നില വീടും സൗകര്യങ്ങളൊക്കെയായി മക്കളെ കല്യാണം കഴിപ്പിച്ച് ബാധ്യതകളൊക്കെ തീർത്തു. പക്ഷേ ഇപ്പോഴുള്ള ചേച്ചിയുടെ പ്രശ്നം, വീട്ടിലാകെയുള്ള പ്രശ്നം, വേനൽക്കാലമായാൽ നേരത്തെ തന്നെ വീട്ടിൽ വെള്ളം വറ്റും. ചേച്ചിയുടെ വീട്ടിൽ മാത്രമല്ല, ഏകദേശം ആ നാട്ടിലെ എല്ലാ വീടുകളും. ചിലർക്കൊക്കെ അന്നന്ന് കഴിഞ്ഞുകൂടാനുള്ള വെള്ളം കിട്ടും. ബാക്കി ചിലർ ഹാജിയാരുടെ പറമ്പിലെ കിണറ്റിൽ മോട്ടർ വെച്ച് അവിടെ നിന്ന് വലിച്ചെടുക്കും. അതാവുമ്പോൾ പേടിക്കാനില്ല. ആ കിണർ നിറയെ വെള്ളമാണ്. ഹാജിയാർക്ക് മറ്റുള്ളവരെടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. മൂപ്പർക്ക് അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ബേബി നാട്ടിലുള്ള സമയത്ത് കെട്ടിയനോടും പല പ്രാവശ്യം മകനോടും ആ കിണറ്റിൽ ഒരു മോട്ടർ വെച്ച് പൈപ്പ് വലിച്ചേരാൻ പറഞ്ഞു. ഭർത്താവാണെങ്കിൽ മടിയനാണ്. അന്ന് കേട്ട മട്ട് കാണിച്ചില്ല. മോനാണെങ്കിൽ പിന്നെ ആവട്ടെ എന്നും പറഞ്ഞ് പലവട്ടം ഒഴിഞ്ഞു മാറി. അതോടെ ബേബി അവനോടുള്ള പറച്ചിൽ നിർത്തി. 2 ദിവസം കൂടുമ്പോൾ വീട്ടിൽ ഒരാപ്പ വണ്ടിക്ക് വെള്ളമടിക്കും. ആ വെള്ളം 2 ദിവസത്തേക്ക് വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കൂടും. ബേബി അലക്കാനുള്ള ഡ്രസ്സുമായി 1/2 കിലോമീറ്റർ അകലെയുള്ള പുഴയിലേക്ക് പോയി അലക്കി നന്നായിട്ടൊന്ന് കുളിച്ച് മടങ്ങും. ഏകദേശം 1 മാസത്തോളം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാണും. ആ 1 മാസവും ബേബി ഡെയിലി പുഴയിൽ പോയി കുളിച്ചൊരുങ്ങും. പക്ഷേ നാട്ടിലധികം പെണ്ണുങ്ങളും അങ്ങനെയല്ല. രാവിലെ കണ്ണും മുഖവും തേച്ച് കഴുകി മുഖത്ത് ഇത്തിരി പൗഡറൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൂതറ സ്പ്രേയും അടിച്ച് പുറത്തിറങ്ങുന്നവരാ. സത്യം പറഞ്ഞ അവറ്റകളൊക്കെ 2-3 ദിവസം കൂടുമ്പോഴേ കുളിക്കാറുള്ളൂ. പുഴയിലോട്ട് 1/2 കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ. അവർക്കൊക്കെ അവിടെ ചെന്ന് ഡെയിലി കുളിച്ചാൽ മതി. പക്ഷേ അതുങ്ങളൊന്നും അതിന് നിൽക്കില്ല. ബേബി ചേച്ചി ഡെയിലി പുഴയിൽ പോയി അലക്കുന്നതും അലക്കി നല്ലൊരു മുങ്ങിക്കുളിയും കുളിക്കും. ചേച്ചിക്ക് പുഴയിൽ പോകുന്നത് നല്ല ഇഷ്ടമാണ്. ആകെയുള്ള വെറുപ്പ് എന്താണെന്ന് വെച്ചാൽ അവൾ അലക്കാൻ പോകുന്ന സമയം ഏതു നേരവും കോയ പുഴയിലുണ്ടാവും. കോയ നാട്ടിലറിയപ്പെടുന്ന ഒരു കോഴിയാണ്. പെണ്ണുങ്ങളുള്ളപ്പോൾ മാത്രം അവൻ പുഴയിലേക്ക് വരും. അതാണ് അവൻ്റെ മെയിൻ ഹോബി.
ബേബി കുളിക്കാനായി അവിടെ എത്തുമ്പോഴേക്കും അങ്ങേര് പുഴയിലിറങ്ങി അവിടെ നീന്തുന്നുണ്ടാകും. വെള്ളത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആരും അവനെ ശ്രദ്ധിക്കില്ല. പുഴയ്ക്ക് വീതിയില്ല. എന്നാലും പുഴയ്ക്കകരെ ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. ചിലപ്പോഴൊക്കെ ബ്രഷൊക്കെ കയ്യിൽ കാണും. അവിടെ നിന്നും പല്ല് തേക്കുന്നത് കാണാം. മെയിൻ ബേബിയെ കാണലാണ് അവൻ്റെ ലക്ഷ്യം. അതൊക്കെ ആദ്യമൊക്കെ ബേബിക്കും വെറുപ്പായിരുന്നു. പിന്നീട് ബേബി ആ ഭാഗത്ത് തന്നെ വിട്ട് അവൻ അവിടെയുള്ള കാര്യം മൈൻഡ് പോലും ചെയ്യാതെ അവളുടെ കാര്യങ്ങളൊക്കെ നടത്തി. ഒരു ദിവസം ബേബി പുഴയിലേക്ക് നടക്കുമ്പോൾ പിറകിൽ നിന്നൊരു വിളി. എടി ബേബി, പോകല്ലേ, ഞാനുമുണ്ട്. ബേബിയുടെ ഒറ്റ സുഹൃത്ത് അനിതയായിരുന്നു അത്. നീ എന്താടി ഇന്ന് നേരം വൈകിയേ? എടി അത് രാവിലെ പുഴയിൽ നിറയെ ആളാ. ചിലപ്പോൾ അലക്കാനുള്ള കല്ലിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. പോരാത്തതിന് ആ ചങ്ങായി അവിടെ ഉണ്ടാവും. ഏ, ഏത് ചങ്ങായി? ഓ, ആ വായ നോക്കി കോയ. ഓ, അയാളാണോ? ആടി, അവൻ്റെ ശല്യം ഒഴിവാകണമെങ്കിൽ ഇപ്പോൾ പോയിട്ടും കാര്യമില്ല. അവൻ പുഴയക്കരെ നീന്തിപ്പോയി അവിടെ മാനിനെ പോലെ നിൽക്കുന്നുണ്ടാവും. അയ്യോ, ഇപ്പോഴും അവനോടെ ഉണ്ടാവോടി? ആ, അവൻ എന്തായാലും അക്കരെ വെള്ളത്തിലല്ലേ, വലിയ കുഴപ്പമില്ല. രാവിലെ എങ്ങനെയാണെന്നോ അവിടെ കുറ്റിക്കാട്ടിൽ എവിടെയെങ്കിലും ഇരുന്ന് നോക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവൻ എന്ത് കിട്ടാനാടി? ബേബി ചോദിച്ചു. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേടി. അവന് അങ്ങനെ കാണുന്നതായിരിക്കും ഇഷ്ടം. അതിന് പറ്റിയ പെണ്ണുങ്ങളും അവിടെ വരുന്ന കൂട്ടത്തിൽ കുറേ എണ്ണം ഉണ്ടാവുമല്ലോ. ഏ, നീ എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. അത് കാണാൻ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാനായും കുറേ ആളുണ്ടാവുമല്ലോ. അത് നിനക്കറിയാനിട്ടാ. നമ്മളിതൊന്നും അറിയുന്നില്ലെന്ന അവരുടെ വിചാരം. അതുമാത്രല്ലടി, അവരുടെയൊക്കെ കെട്ടിയന്മാരൊക്കെ നാട്ടിലുണ്ട്. ചിലരൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ഇവർക്കൊന്നും കിട്ടുന്നില്ലെന്ന് വരെയാ എനിക്ക് തോന്നുന്നേ. അങ്ങനെയൊക്കെ കാണിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? ആ ശാരദയും സുമിത്രയൊക്കെ അതിൻ്റെ ആളാ. നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ അനിതേ? ബേബി അവളോട് ചോദിച്ചു. ഇല്ലടി, ഞാൻ സത്യമാ പറയുന്നത്. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നിനക്കറിയോ, ഒരു ദിവസം അലക്കും കുളിയും കഴിഞ്ഞ് ഒരുമിച്ച് പോരാൻ നിന്ന നേരം ശാരദ എത്ര നേരം മലക്കി കുളിച്ചിട്ടും തീരുന്നില്ല. ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉരുണ്ട് കളിച്ച് നിൽക്കായിരുന്നു അവള്. എനിക്കപ്പോഴേ എന്തോ പന്തികേട് തോന്നി. ഞാൻ വന്നേക്കാം, നിങ്ങൾ പോക്കോ, എന്നെ കാത്തു നിന്ന് നേരം വൈകണ്ട എന്നവൾ ഞങ്ങളോട് പറഞ്ഞു. അതും പറഞ്ഞ് അവൾ ഞങ്ങളെ പറഞ്ഞയച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയ സുമിത്ര അലക്കിയ ബക്കറ്റ് അവിടെ വെച്ച് വീണ്ടും അങ്ങോട്ട് പോയി നോക്കിയെന്നാ കേട്ടത്. അവൾ അവിടെ ചെന്നിട്ട് കടവിലേക്ക് ഇറങ്ങാതെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് നിരീക്ഷണ കേട്ടത്. അവൾ അവിടെ കണ്ടത് എന്താണെന്നറിയോ? എന്താ? എന്താടി? അത് കോയയും ശാരദയും കൂടെ. ഏ, എപ്പോ? എന്നിട്ട് ഞാനൊന്നും ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അതവർ കാര്യമായി ആരോടും പറഞ്ഞു നടന്നിട്ടില്ലടി. ഏ, അതെന്ത് പറ്റി? അങ്ങനെയല്ലല്ലോ. അവൾക്ക് എന്തെങ്കിലും കിട്ടിയ നാട് നീളെ പറഞ്ഞു നടക്കലല്ലേ അവളുടെ പതിവ്. എടി ബേബി, നിനക്ക് തോന്നുന്നോ ഇവൾ അത് കണ്ടുകൊണ്ട് വെറുതെ അവിടെ നിൽക്കുമെന്ന്? ഇവളും അതിൽ പോയി ഇടപെട്ട് കാണും. പിന്നെ അയാളല്ലേ ആള് പണി പറ്റിച്ച് കാണും. ഏ, രണ്ടുപേരും ഒരുമിച്ചോ? അതേടി, രണ്ടുപേരെയും ഒരുമിച്ച്. ഓ, അപ്പോൾ വെറുതെ അല്ല അവ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിൽ കുറവായത്. എടി അനിതേ, ഇതൊക്കെ അറിഞ്ഞ് നീ എങ്ങാനും അവരെ തിരക്കി പോകുമോ? ബേബി ചോദിച്ചു. ഒന്ന് പോടി, അവരോട് താല്പര്യമില്ലാനിട്ടാ ഞാൻ ഈ സമയം നിൻ്റെ ഒപ്പം കൂടിയേ തന്നെ. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ. നിനക്കല്ലേ കെട്ടൻ കൂടെ ഇല്ലാത്തത്. എനിക്ക് ആഴ്ചയിലൊക്കെ എല്ലാം നടക്കുന്നുണ്ട്. അതെനിക്ക് എൻ്റെ ഏട്ടൻ തരും. എനിക്കത് മതി. അവളത് പറഞ്ഞതും ബേബി പിന്നെ ഒന്നും മിണ്ടിയില്ല. അവ രണ്ടുപേരും പുഴയിലേക്ക് നടന്ന് അലക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. കോയ അവരെ നോക്കി അക്കരെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞ് മഴക്കാലം വരവറിയിച്ചു. ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. കിണറ്റിൽ ചെറുതായി വെള്ളം പൊന്തി. വീട്ടാവശ്യത്തിന് അന്നേക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം കിണറ്റിൽ നിന്നും കെട്ടിത്തുടങ്ങി. അതോടെ ബേബി അങ്ങോട്ടുള്ള പോക്ക് നിർത്തി. ഒരു ദിവസം വീടിൻ്റെ പുറകുവശത്ത് അലക്കുകല്ലിൽ
തലേന്ന് കൂട്ടിയിട്ട ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കെ മതിലിനരികിലൂടെ അപ്പുറത്തെ പറമ്പിലൂടെ പുറകുവശത്തെ റോഡിലേക്ക് ഒരു ഷോർട്ട് കട്ടുണ്ട്. അതിലൂടെ നടന്നു വരുന്ന സുബിയെ കണ്ടു. സുബിനെ, നീ എവിടേക്കാടാ? ബേബി ചോദിച്ചു. ഞാനപ്പുറത്തെ റോഡ് വരെ, സുബി പറഞ്ഞു. നീ നടന്നു പോകുന്നത് കാണാറില്ലല്ലോ, ഏതു നേരവും ബൈക്കിൻ്റെ പുറത്താണല്ലോ, ഇന്നെവിടെ നിന്റെ ബൈക്ക്? അത് വീട്ടിലുണ്ട് ചേച്ചി, അവൻ പറഞ്ഞു. നീ ഇപ്പോൾ ഫ്രീ ആണോടാ? എന്താ ചേച്ചി? എടാ, അകത്തെ ബാത്റൂമിലെ പൈപ്പിൽ ചെറുതായി ലീക്കുണ്ട്, അതൊന്ന് നിനക്ക് നോക്കാമോ? നിന്നെ പറഞ്ഞയക്കാൻ നിന്റെ അമ്മയോട് പറയാനിരിക്കായിരുന്നു ഞാൻ. ബേബി അത് പറഞ്ഞതും അവൻ കോമ്പൗണ്ടിനകത്തേക്ക് കയറി. നീ നിൽക്ക്, ഞാനതൊന്ന് അലക്കി തീരട്ടെ, ഒരു 5 മിനിറ്റ്. ബേബി ചേച്ചി അലക്കുന്നത് നോക്കി അവൻ അവിടെ തന്നെ നിന്നു. ഒരു മടിയും കൂടാതെ അവൻ്റെ മുന്നിൽ നിന്നും ബേബി അലക്കുകയും ചെയ്തു. മരുമകളും കുട്ടികളൊക്കെ എവിടെ ചേച്ചി? സുബിൻ അവളോട് ചോദിച്ചു. അവരിവിടെ ഇല്ലടാ, 2 ദിവസത്തേക്ക് അവളുടെ വീട്ടിലേക്ക് പോയതാ. ഓ, അപ്പോൾ ഷൈജു? അവൻ രാവിലെ വർക്ക്ഷോപ്പിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ ബേബിയെ ആ കോലത്തിൽ കണ്ടിട്ട് അവൻ എന്തോ വിയർക്കാൻ തുടങ്ങി. അവൻ അവളെ തുറിച്ചു നോക്കുന്നത് അവളും കണ്ടു. അപ്പോൾ അവൾ അവനോട് ചോദിച്ചു, എന്താടാ സുബിനെ, നീ എന്നെ തുറിച്ചു നോക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന പോലെ? അത് ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയെ പോലുള്ള പെണ്ണിനെ തിരയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായിരുന്നോ? എന്തായടാ നിൻ്റെ കല്യാണക്കാര്യം? നിൻ്റെ അമ്മയോട് കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സ്വയം ചോദ്യം നിർത്തി. അത് ഒന്നും ആയിട്ടില്ല ചേച്ചി, പല പെണ്ണും പോയി കാണുന്നുണ്ട്, ഒന്നും എൻ്റെ പ്രതീക്ഷക്കൊത്ത് എത്തുന്നില്ല. നിനക്കിപ്പോൾ എത്ര വയസ്സായടാ? 34. ഇനി എങ്ങോട്ടാ? വേഗം നോക്ക്, എൻ്റെ ഷൈജുവിന് 34-ാം വയസ്സിൽ ഒരു കൊച്ചായി. എനിക്ക് പെൺമക്കൾ 2 34 എനിക്കുണ്ടായി. അത് പിന്നെ നോക്കാനിട്ടാണോ ചേച്ചി? ഒന്ന് ഒത്തുവരണ്ടേ? അമ്മയും ചേച്ചിയും ഒരുമിച്ചായിരുന്നല്ലോ പുഴയിലേക്ക് പോവാറ്. ചേച്ചി ഇപ്പോൾ പുഴയിലേക്കൊന്നും പോകാറില്ലേ? ഇല്ലട ചക്ക, കിണറ്റിൽ ഇത്തിരി വെള്ളമൊക്കെ ആയില്ലേ. ആ, അമ്മ ഇപ്പോഴും പോകാറുണ്ട്. ആ, അതെനിക്കറിയാം. പുഴയിൽ പോയാൽ തന്നെ ആ കോയൻ്റെ ശല്യം ഭയങ്കരമാണ്. അതെന്താ, എന്തു പറ്റി ചേച്ചി? ആ കോയ അവിടെ ഉണ്ടാവൂടാ, മര്യാദക്ക് ഒന്ന് അലക്കാനും പറ്റില്ല. ആ, അത് പറഞ്ഞപ്പോഴാണ് ചേച്ചിയോട് ഒരു കാര്യം ഒരുപാട് നാളായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താടാ, നീ ചോദിക്ക്. അതെ, ആ ഷുക്കൂർ കാക്കയും ചേച്ചിയും കുറച്ച് ആളുകൾ ചിലതൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. എന്ത്? അല്ല, മൂപ്പരും നിങ്ങളും തമ്മിൽ എന്തൊക്കെയാണെന്ന്. ഓ, ആളുകൾക്ക് എന്താടാ പറയാൻ പറ്റാത്തത്? അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞ് പരത്തുന്നതല്ലേ. ആ, ശരിയായിരിക്കും ചേച്ചി. ബേബി അങ്ങനെ അലക്കിക്കഴിഞ്ഞ് തുണി വിരിക്കാനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കയ്യിൽ കുറച്ച് സോപ്പ് പതയുണ്ടായിരുന്നു. അത് കഴുകാനായി അവൾ ബാത്റൂമിലേക്ക് കയറി പൈപ്പ് തുറന്നു. പെട്ടെന്നാണ് അവൻ പുറകിലൂടെ വന്നത്. പിന്നീട് അവൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്നതാണ് അവൻ അറിഞ്ഞത്. ബേബി അവനൊരടി കൊടുത്തു. ആ അടിയിൽ അവൻ പകച്ചു നിന്നു. നീ എന്താടാ എന്നെക്കുറിച്ച് വിചാരിച്ചത്? എൻ്റെ മക്കളുടെ പ്രായമില്ല നിനക്ക്, അതും ഉറ്റ സുഹൃത്തായ അനിതയുടെ മകനായ നീ. നിനക്കിങ്ങനെ ഇത്ര ധൈര്യം വന്നു? നിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കണോ? അവൾ അവനോട് ചോദിച്ചു. അയ്യോ വേണ്ട ചേച്ചി, പറയല്ലേ പ്ലീസ്. എന്നാ വേഗം പോക്കോ. ഊണ് കഴിക്കാൻ ഷൈജു 1 മണിക്കിങ്ങ് എത്തും. അവൻ കാണാൻ നിൽക്കണ്ട, നിന്നെ കണ്ടാൽ തന്നെ അവന് 17 മണക്കും. അവൻ ഇന്നും ഇന്നലെയും നിന്നെ കാണാൻ തുടങ്ങിയതല്ലല്ലോ. സോറി ചേച്ചി, പറ്റിപ്പോയതാ. ചേച്ചി ഇതാരോടും പറയരുത്. ഇല്ല, ഇത് ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്, ഊണ് കഴിച്ചിട്ട് വാ, വന്നിട്ട് ആ ബാത്റൂമിലെ പൈപ്പിൻ്റെ ലീക്കേജ് അങ്ങ് തീർത്തിട്ട് പോയാൽ മതി. അങ്ങനെ അവൻ വീട്ടിലേക്ക് മടങ്ങി. അവനാകെ പെട്ടൊരവസ്ഥയായിരുന്നു. അവിടെ പോയി ആ പൈപ്പ് നേരെയാക്കി കൊടുക്കണം. നേരെയാക്കിയാൽ അവിടെ നിന്ന് ചായയും പൈസയും കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട. സുബിൻ പമ്പിൻ്റെ തൊഴിലാളിയാണ്. അതാണ് ബേബി അവനെ പൈപ്പ് നന്നാക്കാൻ ഏൽപ്പിക്കാൻ കാരണം. സുബിൻ വീട്ടിൽ ഭക്ഷണം കഴിച്ച് സിറ്റൗട്ടിൽ കുറച്ചു നേരം ഫോണും തോണ്ടിയിരുന്നു. 3:30 മണിയോടെ ആവശ്യമുള്ള ടൂൾസും എടുത്ത് അവൻ
ബേബിയുടെ വീട്ടിലേക്ക് ചെന്നു. കോളിംഗ് ബെല്ലിൽ അമർത്തി. ബേബി വന്ന് വാതിൽ തുറന്ന് കയറി വായെന്ന് പറഞ്ഞു. അവൻ വീടിനകത്തേക്ക് കയറി. ബേബി ഉമ്മറത്തെ വാതിലടച്ച് അവനെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുബിനെ, ആ പൈപ്പാണ് നേരെയാക്കാനുള്ളത്. അത് പൂട്ടിയിട്ടും ആ വെള്ളം ഇറ്റിക്കൊണ്ടേയിരിക്കുന്നു. സുബിൻ പൈപ്പ് നേരെയാക്കാൻ തുടങ്ങി. വേഗം പൈപ്പ് നേരെയാക്കി അവൻ പുറത്തേക്കിറങ്ങി. എന്തായി, കഴിഞ്ഞോടെ ചെക്ക? അവനെ കണ്ടതും അവൾ ചോദിച്ചു. ആ, കഴിഞ്ഞു, ഞാൻ പോട്ടെ. നിക്കടാ, ഞാൻ ചായ ഉണ്ടാക്കാം, അത് കുടിച്ചിട്ട് പോകാം. വേണ്ട ചേച്ചി, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് അധികം നേരമായില്ലല്ലോ. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് കടക്കാനായി തിരിഞ്ഞു. ഡാ, നീയൊന്ന് നിന്നേ. ചേച്ചി അവൻ്റെ അടുത്തേക്ക് വന്നു. എടാ, എൻ്റെ അടി കിട്ടിയതിൻ്റെ പാട് നന്നായി കാണുന്നുണ്ടല്ലോ. വീട്ടിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? അത് ചേച്ചി പെങ്ങള് കണ്ട് അമ്മയോട് പറഞ്ഞു. അമ്മ വന്ന് ഇതുപോലെ നോക്കി അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. നിങ്ങളുടെ മോന് എവിടെ നിന്ന് അടികൊണ്ട് വന്നിരിക്കുന്നുവെന്ന്. ആണോ? എന്നിട്ട് അച്ഛനെന്ത് പറഞ്ഞടാ? അച്ഛനെന്ത് പറയാൻ, കേട്ട മട്ടേ കാണിച്ചില്ല. അല്ലട ചക്ക, നിനക്ക് ഇനിയും വേണോ? അയ്യോ വേണ്ട ചേച്ചി. അതെന്താടാ, നിനക്ക് മടുത്തോ? അതും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അതിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ കഥകൾ കേൾക്കാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊരു പ്രീമിയം ചാനലാണ്. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.